വീണ എൻ്റെ മകളായതുകൊണ്ടാണ് വിചിത്രമായ നടപടികൾ ഉണ്ടാകുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഒരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, ED വാർത്താക്കുറിപ്പിറക്കുന്നതും വിചിത്രമായി തോന്നുകയാണ്. പക്ഷേ ഈ വിചിത്രമായി പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ട്. പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് മാസപ്പടി ലഭിച്ചത്. അത് ശശിധരൻ കർത്തായും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീണയും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഈ വാർത്താ സമ്മേളനം ഒരു പ്രതിരോധം തീർക്കാനായിരുന്നു, പക്ഷേ അത് ഫലവത്തായില്ല എന്നാണ് വിലയിരുത്തൽ വരുന്നത്. അങ്ങയുടെ പ്രതികരണം? തീർച്ചയായിട്ടും EDയുടെ നീക്കം എന്താണെന്നും EDയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞവരാണ് പ്രബുദ്ധമായ കേരളവും പ്രബുദ്ധ രാഷ്ട്രീയ മേഖലയും. മാധ്യമ മേഖലയിലുള്ളവർക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. EDയും CBIയും ഒക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മഹോത്തരമായ കുറ്റാന്വേഷണ ഏജൻസികളായിരുന്നു. ഇനിയും അങ്ങനെ ആകേണ്ടവരാണ്. എന്നാൽ EDയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും കൃത്യമായ ഒന്നുണ്ട്. ഇത് ഒരു കൂട്ടിലടച്ച തത്തയാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല. ഇന്ത്യൻ സുപ്രീം കോടതിയാണ് ഒരു വാദത്തിനിടെ പറഞ്ഞത്, ഈ CBIയും EDയും ഒക്കെ പറയുന്നത് കൂട്ടിലടച്ച തത്തയെ നിങ്ങളാക്കുകയാണോ എന്ന് ഭരണകൂടത്തിൻ്റെ വക്കീലിനോട് മുഖത്ത് നോക്കി ചോദിച്ച തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഇന്ത്യ രാജ്യത്ത് ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാൻ ബാക്കിയുള്ളത് ഇടതുപക്ഷമാണ്. നമ്മളൊന്ന് നോക്കൂ, ദേശീയ തലത്തിൽ ആരെയൊക്കെയാണോ, തങ്ങൾക്കെതിരെയുള്ളവരെ ആരെയൊക്കെയാണോ വരുതിയിലാക്കാൻ EDയെ ഉപയോഗിച്ചത്, ഇനി ഉപയോഗിക്കാൻ ബാക്കിയുള്ള ഏത് പ്രതിപക്ഷ കക്ഷി നേതാവാണ് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, എന്തിന് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ആത്മീയ നേതാവ് പാണക്കാട് ഹൈദരലി തങ്ങളടുത്ത് പോലും ED വന്നു. കെട്ടേണ്ടവരെയൊക്കെ കെട്ടാൻ EDയെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും നേതാക്കളെ സംബന്ധിച്ചും ഇടതുപക്ഷ പ്രവർത്തകരെയും സംബന്ധിച്ച് ED എന്നല്ല, ഏത് ചെകുത്താൻ വന്നാലും നെഞ്ചു വിരിച്ചുകൊണ്ട് നിൽക്കാനുള്ള ആർജവത്വം അവർ നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പിണറായി വിജയൻ പറഞ്ഞത് അത് വിചിത്രമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആർജവത്വമാണ്. അദ്ദേഹത്തെ ഇന്നോ ഇന്നലെയൊന്നും വേട്ടയാടൽ തുടങ്ങിയതല്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണകൂട ഭീകരത ഇത്രത്തോളം വേട്ടയാടിയ ഒരു പൊതുപ്രവർത്തകൻ കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല. അതിനുശേഷവും അദ്ദേഹത്തെ വേട്ടയാടി. എൻ്റെ ഓർമ്മയിൽ ഒരു 10-20 കൊല്ലം കേരളത്തിലെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചതാണ് ലാവ്ലിൻ കേസ്. അവസാനം എന്തായി? അതിനിപ്പോൾ ഒരു തെളിവില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ EDയെ പിടിച്ചിരിക്കുന്നത്. EDയെ ആദ്യം കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ മകളെയാണ്, കാരണം അദ്ദേഹത്തെ പിടിക്കാൻ പറ്റില്ല. മകളെ കഴിഞ്ഞു, ഒന്നും കിട്ടാതെ വന്നു. ഇപ്പോൾ ഇതാ പിതാവിനെ പിടിക്കുന്നു. ഒന്നും കിട്ടിയില്ലേ? അല്ല, കിട്ടിയെങ്കിൽ തെളിയിക്കട്ടെ. ഇത് ഏതെങ്കിലും അതാണ് ED വളരെ കൃത്യമായി പത്രക്കുറിപ്പായി ഇറക്കിയത്. 2.25 കോടി രൂപ വീണ മാസപ്പടി പറ്റിയെന്നത് നിസ്തർക്കമായ കാര്യമാണ്. ശശിധരൻ കർത്ത സമ്മതിച്ചിട്ടുണ്ട്, വീണ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ പുറത്തു വന്ന വിവരങ്ങളാണ്. ഈ വീണയ്ക്ക് എന്തിനാണ് 2.25 കോടി രൂപ ശശിധരൻ കർത്ത നൽകുന്നത്? 14 കൊല്ലമായി ഭരണകൂടത്തിൻ്റെ, പ്രത്യേകിച്ച് BJPയുടെ പോഷക സംഘടനയെ പോലെ പ്രവർത്തിക്കുന്ന EDയെ പോലൊരു ഏജൻസി ഏതെങ്കിലും തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ പറന്നു പോകുന്നതൊന്നുമല്ല ഇടതുപക്ഷ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം. രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിന് ചിലപ്പം വിജയവും പരാജയവും തിരിച്ചടികളും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഇടതുപക്ഷ നേതാക്കളെ സംബന്ധിച്ചും ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചും ഈ നാട്ടിൽ കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞത് വീണ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിൽ എന്താണെന്ന് വെച്ചാൽ അവർ നിലപാടെടുക്കട്ടെ എന്ന്. ഇപ്പോൾ വളരെ കൃത്യമായി ചെയ്ത കള്ളങ്ങളെല്ലാം വളരെ കൃത്യമായ തെളിവുകളടക്കം EDയുടെ മുന്നിൽ വരികയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന റെയ്ഡിൽ 20 കോടിയിൽ പരം രൂപയുടെ ഇടപാടുകൾ നടന്നതിനുള്ള രേഖകളടക്കം ED പിടിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ രേഖകളടക്കം. അവിടെ നന്ദുലാലിൻ്റെ പേരിൽ ഒരു സിം കാർഡ് എടുത്തുകൊണ്ടാണ് വീണ ഇൻ്റർനെറ്റ് കോൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ഹവാല പണമിടപാട് നടന്നതായുള്ള EDയുടെ സംശയം ബലപ്പെടുന്നത്. അപ്പോൾ കൃത്യമായ തെളിവുകൾ കൈവശം വെച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ED മുന്നോട്ട് പോകുന്നത്. ഇത് ഒന്നും സത്യമല്ല എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഈ ആരോപണ വിധേയയായ വീണയ്ക്ക്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണല്ലോ, രാഷ്ട്രീയമായി പിതാവിനെ കരിവാരി തേക്കരുത് എന്ന കാരണത്താലെങ്കിലും
മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീണയ്ക്ക് വിശദീകരിക്കാമല്ലോ. വീണ ഇതുവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറയുന്നതാകട്ടെ എൻ്റെ മകളായതുകൊണ്ട് വേട്ടയാടപ്പെടുന്നു. ഇതിൽ വളരെ കൃത്യമായ ചില അവ്യക്തതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ശ്രീ ജലീൽ പുനലൂർ, നീലിമയുടെ കമൻറ്റ് കേട്ടാൽ ഇ ഡി എന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ വാക്കാണെന്ന്. ഇ ഡിക്കൊന്നും ആ രീതിയിലുള്ള ഒരു വിലയും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോ ഈ നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളോ എന്നതിന് BJP പോലും കൽപ്പിച്ചിട്ടില്ല. അതൊരു പണിയായുധമാണ്. തൽക്കാലം ആളുകളെ ഭീഷണിപ്പെടുത്താനും വരുതിയിൽ നിർത്താനുമുള്ള BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പണിയായുധമാണ്. ആ പണിയുമായിട്ട് അവർ പൊക്കൊള്ളട്ടെ. ഇ ഡി എന്തെങ്കിലും ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് കൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ അതിന് നിയമപ്രാബല്യമുണ്ടോ? കോടതി പറയട്ടെ, വിചാരണ നടക്കട്ടെ. വീണ വിജയനോ റിയാസോ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളിയാണെന്ന് കോടതി പറയട്ടെ, കോടതി വിചാരണ നടത്തട്ടെ, ശിക്ഷിക്കട്ടെ. ഇത് യാതൊന്നുമില്ലാതെ ആളുകളെ വട്ടമിട്ട് ആക്രമിക്കുകയാണ്, ആളുകളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഇപ്പോൾ ശ്രീ ജലീൽ പുനലൂർ, ഞാൻ ഇപ്പോഴും ചോദിച്ച ആ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയുന്നില്ല. എല്ലാ ചർച്ചകളിലും ഉന്നയിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് വീണ വിജയന് CMRL പണം നൽകിയത്? അതിലൊരു വ്യക്തത വരുത്തൂ. അല്ല, അത് ഒരു സേവനവും നൽകാതെയാണ് വീണ വിജയന് പണം നൽകിയത് എന്ന് ഈ രാജ്യത്തെ ഒരു ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്, ED കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു, SFIO കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തെ നിരവധി ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കൂ, ഇ ഡിയുടെ കണ്ടെത്തൽ, ഞാൻ അതിനാണ് കൃത്യമായ മറുപടി പറഞ്ഞത്. ഇ ഡി ഒരു കാര്യം കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് ഒരാളെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. വീണ വിജയനെ സംബന്ധിച്ച് അവർക്കൊരു കമ്പനിയുണ്ട്, അവരൊരു പ്രൊഫഷണലാണ്, പ്രത്യേകിച്ച് IT മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ക്രമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അതിനെ പാർട്ടി ഒരു നിലയ്ക്കും ഇടപെട്ടിട്ടില്ല. അവരുടെ